അല്ല, അമൃത പാപ്പു എന്ന് പറഞ്ഞ വിഷയം ഇപ്പൊ ഭയങ്കര ആ കൊച്ചു വന്ന് വീഡിയോ ഇട്ടപ്പോ തൊട്ട് സംസാരമാണേ. അപ്പൊ അത് കഴിഞ്ഞ് ബാല വന്ന് സെന്റിമെന്റ്സ് ഇറക്കുന്നു, ഭയങ്കര നാടകം. ഞാൻ അങ്ങനെയല്ല, എങ്ങനെ, ഇതൊക്കെ ഇപ്പൊ തോന്നേണ്ട കാര്യമല്ല. ഒന്നാമത് ഇത് ബോധവും വെളിവുള്ള ഒരു മനുഷ്യന് ഇവർ തമ്മിൽ കമ്പയർ ചെയ്താൽ തന്നെ അമൃതയ്ക്ക് ഇത് നേരത്തെ തോന്നിയ കാര്യമാണ്. അമൃത അങ്ങനെ ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. ബാലയെ പറ്റി അനാവശ്യങ്ങളൊന്നും ഉള്ളതുപോലും പറഞ്ഞിട്ടില്ല. ഇഷ്ടം പോലെ പറയാൻ കാണും. അമൃതയ്ക്ക് മാത്രമല്ല, ഈ എലിസബത്ത് എന്ന് പറഞ്ഞ പെണ്ണിനും പറയാൻ കാണും. അത് തൽക്കാലം ഇപ്പൊ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, പിന്നീട് അതും പറയും. അപ്പോ അതൊന്നും മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ആൾക്കാർ ബാലയെ സപ്പോർട്ട് ചെയ്യും, അമൃതയെ ചീത്ത വിളിക്കും, അങ്ങനെ പലതും ചെയ്യും. അതിന് മുമ്പുള്ള ആളെ ആരാന്ന് അറിയത്തില്ല. തമിഴ്നാട്ടിലെ ഒരു പെണ്ണെ കൂടെ ബാല കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാണ് അറിയാവുന്നത്. 3 ഭാര്യമാരായി ഇപ്പൊ തന്നെ. അപ്പോ അമൃത 2ാമത് വിവാഹം കഴിച്ചു. ഓക്കെ, അവിടെ ഒരു ചെറിയ ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട്. വിവാഹം കഴിച്ച് ജീവിക്കാനാണ് അമൃത ശ്രമിച്ചത്. അതും ഈ പറഞ്ഞ പോലെ എന്താ പറയാ, അവരെ മറ്റവരാരെയും ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇപ്പൊ ഈ ബാലയ്ക്കാണെങ്കിൽ പോലും അമൃതയെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. ഡയറക്ട്ലി ഇല്ല, ഇൻഡയറക്ട്ലി ഇല്ല. മനസ്സിലായോ? അവര് ഇതേപോലെയൊക്കെ വീഡിയോ ഇടാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഇവൻ എന്താവുമായിരുന്നു എന്നുള്ളത് ഇവൻ അറിയാത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവനെ കിടന്ന് വീഡിയോ ഒക്കെ ഒത്തിരി ഇടുന്നത്. കാരണം ഇവിടെ കിടന്ന് അവർ കേസ് കൊടുക്കേണ്ട പോലെ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഒരുപാട് കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട് ഇവൻ പറയുന്നതിനകത്തും ഇവൻ ചെയ്യുന്നതിനകത്തും ഒക്കെ. അതായത് അമൃത സുരേഷ് ഒരു മോശപ്പെട്ട സ്ത്രീയാണെന്ന് അവിടെ മാത്രമല്ല വേറെ പലയിടത്തിരുന്ന് പറയുന്നുണ്ട്, വീഡിയോയും പറയും. ഇപ്പോൾ ആര് വന്നിരുന്നാലും അവരോട് പറയും. ലാസ്റ്റില് മറ്റേ പെങ്കുച്ചിനെ പറ്റി, എൽസോദിനെ പറ്റിയും വീഡിയോയിലൊക്കെ ഇരുന്ന് പറഞ്ഞതിനെ പറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് 6 മെസ്സേജ് അയച്ചു, അതാക്കി ഇതാക്കി എന്നൊക്കെ പറയുന്ന സംഭവം. ഉടനെ അവിടെ ആ ഒരു നവകേരള എന്ന് പറഞ്ഞൊരു ചാനലുകാരൻ പോയിരുന്ന് ഇത് പറയുമ്പോൾ ഞാൻ അന്നും വീഡിയോ ചോദിച്ചാൽ ഇവന്റെ ഭാര്യയെ പറ്റിയല്ലേ ഈ അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവൻ മുൻ ഭാര്യയെ പറ്റി അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മുൻ ഭാര്യയും ഇപ്പോഴത്തെ ഭാര്യയും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഈ മുൻ ഭാര്യയ്ക്ക് ഇവന്റെ കുഞ്ഞ് അവരുടെ വീട്ടിലാണ് വളരുന്നത്, അല്ലെങ്കിൽ അമ്മയാണ്. ആ അമ്മയെ പറ്റി ഇത്രയും അപവാദങ്ങൾ പറഞ്ഞു വിടുമ്പോൾ ബാലയ്ക്ക് അതൊന്നും ചിന്തിക്കാനുള്ള ശേഷി ഇല്ലെന്നാണോ? അതുകൊണ്ടൊന്നുമല്ല ബാല ചെയ്യുന്നത്. ബാല ഒരു എന്താ പറയാ, ഒരു നികൃഷ്ട ജീവി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം തീരെ ഇത് എന്താ പറയാ, ബോധമില്ലാത്ത പോലെ ഒരു കൊച്ചിനെ വരെ പീഡിപ്പിക്കാൻ, അതായത് മാനസികമായിട്ടും ഒക്കെ പീഡിപ്പിക്കാൻ മടിയില്ലാത്ത ഒരാളെ പോലെയാണ് തോന്നുന്നത്. കാരണം ഇതിന്റെ അമ്മയെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കി. ഏതൊരു കൊച്ചിനും, അത് എത്ര വയസ്സുള്ള കൊച്ചാണ്? 12 വയസ്സ് താഴെയുള്ള കൊച്ചാണ്, അല്ലെ 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചാണ്. അതിന്റെ അമ്മയെ പറ്റി അപവാദങ്ങൾ അതിന്റെ അച്ഛൻ പറയുക എന്ന് പറഞ്ഞാൽ ആ കുട്ടി മനസ്സിലാക്കുന്ന പലതും ഉണ്ട്. അതിനകത്ത് സത്യം എന്ത് കള്ളം എന്തെന്ന് പെട്ടെന്ന് കൊച്ചിന് തിരിച്ചറിയത്ത് പോലും ഇല്ലായിരിക്കാം. അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ചുറ്റുപാട് നിൽക്കുന്ന ആളുകളെല്ലാം ഈ പറഞ്ഞ അമൃതയെ മോശമായ ഒരു സ്ത്രീയായിട്ട് കാണുന്നുണ്ട്. എവിടെ ചെന്നാലും ചിലപ്പോൾ ആ അത്തരത്തിലുള്ള ഇടപെടൽ വരെ നടന്നിരിക്കാം. ഒരു മോശപ്പെട്ട സ്ത്രീ വളർത്തുന്ന കുട്ടി അതിനെയും ചിലപ്പോൾ ഈ സമൂഹം ഏതെല്ലാം രീതിയിൽ കാണുമെന്നോ അതിനോട് എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യുമെന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ക്രിയേറ്റ് ചെയ്യുന്ന ആള് ബാലയാണ്. ബാല പറയുന്നത് എന്നിട്ട് കുട്ടിയോട് സ്നേഹമാണെന്നാണ് പറയുന്നത്. ഇങ്ങനെയാണോ സ്നേഹിക്കുന്നത്? ഇതെന്ത് സ്നേഹമാ? ഇതിന് പകപോക്കൽ എന്നൊക്കെയാ പറയുന്നത്. അല്ലെ ഉപദ്രവിക്കാൻ, മനഃപൂർവ്വം ഉപദ്രവിക്കണം, അവർ നശിച്ചു കാണണം, അവരൊരിക്കലും സമാധാനത്തോടെ ജീവിക്കരുത് എന്നുള്ള ആഗ്രഹത്തോട് ചെയ്യുന്ന ഒരു മനുഷ്യനെ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലെ ഇതിന്റെ ഒന്നും പറയാൻ ഇങ്ങനെ ആരും നടക്കത്തില്ല. ഡിവോഴ്സ് കഴിഞ്ഞ് മാന്യമായിട്ട് പോകണം. അല്ലാതെ ഡിവോഴ്സ് ചെയ്ത പെണ്ണിനെ പറ്റി പിന്നീട് അപവാദങ്ങൾ പറയുക, അവർ പിന്നെ കല്യാണം കഴിക്കുന്നവരെ പറ്റി അപവാദം പറയുക, അല്ലെ അവർ കല്യാണം കഴിക്കുക, എന്തുവേണം ചെയ്തോട്ടെ. അങ്ങനെ അപവാദങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരാളെ എന്ത് പറയാനാ? ഒന്ന് ആലോചിക്കുക, എത്ര അന്തസ്സില്ലാത്ത പരിപാടി അത്. പോട്ടെ, അത് കഴിഞ്ഞിട്ട് അവന്റെ കൊച്ചല്ലേ, ആ കൊച്ചിന്റെ അമ്മയെ പറ്റിയല്ലേ ഇവൻ അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ചിന്തിക്കാൻ ബോധമില്ലാത്ത മലയാളികൾ കുറെ എണ്ണം ഇറങ്ങിയിട്ട് ആ കൊച്ചിന് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട്. അത് ആ കൊച്ചു പറയുന്നത്, അത് പുറത്തോട്ട് അത് പറയുന്നത് കേട്ടില്ലേ? ഇനി ആ കൊച്ചു കുറച്ച് ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടാണ് ഇവർക്ക് മനസ്സിലാകാത്തത് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ എന്റെ അമ്മയും ബാഡ് ആണെന്ന് ആൾക്കാർ വിചാരിക്കുന്നതാണ്. ഞാനും എന്റെ അമ്മയും ബാഡ് ആണെന്ന് ആ കൊച്ചിന് മനസ്സിലാക്കിയത്. മനസ്സിലായോ? അത് കേട്ടിട്ട് ആർക്കും മനസ്സിലാകുന്നില്ല. അത് ഇവൻ കാരണമാണ്. ആ കുട്ടി വീഡിയോ ഇട്ടത് അമൃത കാരണമൊന്നുമല്ല. അമൃത പറയിച്ച് ജയിക്കാനാണ് എന്ന് എന്തെല്ലാം പറയേണ്ടി വരും. അമൃത പോലും പറയുന്നില്ല. അപ്പോഴാ കൊച്ചിനെ കൊണ്ട് പറയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഓരോ ഇത് ആ കൊച്ചു അപ്പോഴും പറഞ്ഞു. അതിന്റെ സത്യസന്ധത കൊണ്ട് അത് പറഞ്ഞത്. എന്താ പറയാ, ഇവിടെ ആരും ഇല്ല, ഇവിടെ അമ്മ സമ്മതിക്കാറില്ല വീഡിയോ. ആ അമ്മ സമ്മതിക്കുന്നില്ലേ കൊച്ചിനെ? അല്ലല്ല, അമ്മ പ്രതികരിക്കുന്നില്ല. മനസ്സിലായോ? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ അമൃത സുരേഷ് എന്ന് പറഞ്ഞാൽ പ്രതികരിക്കാതിരുന്നപ്പോൾ ആ കുട്ടി പൊട്ടിത്തെറിച്ചതായി കാണുന്നത്. ആ കുട്ടി ഇനിയും ഇതുപോലെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതിന് ശക്തമായ രീതിയിൽ സംസാരിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? അത് അമൃത സംസാരിച്ചില്ലെങ്കിൽ, അമൃത ഇതിനു വേണ്ടി പ്രത്യേക ആക്ഷൻ എടുത്തില്ലെങ്കിൽ, കേസ് കൊടുത്തില്ലെങ്കിൽ ആ കുട്ടിക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടേ ഉണ്ടാകത്തുള്ളൂ. അതിനെ സംരക്ഷിക്കുകയല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമൃത സുരേഷ് ചെയ്യേണ്ടത് ആ കുട്ടിയെ ആരാണോ, അതിനെ ബുദ്ധിമുട്ടിക്കുന്നവർ ആരാണോ, അവരിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യേണ്ട എല്ലാവിധ എന്താ പറയാ ആ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആള് അമൃതയാണ്. അതിപ്പോ ബാലയായിട്ടാണെങ്കിലും അത് വേറെ ആരായിട്ടാണെങ്കിലും തന്റെ മകളെ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, അത് ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായെങ്കിൽ അതിനെ എതിർക്കണം. ആ കുട്ടിയെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കണം. 100% ഗ്യാരണ്ടി കൊടുക്കണം. കൊച്ചിനെ ഇനി ആരും അങ്ങനെ പറയുകയോ മോശമായിട്ട് കാണുകയോ ചെയ്യാൻ പാടില്ല. സംസാരത്തിൽ നിന്ന് മനസ്സിലായത് കൊച്ചിന്റെ അപ്പനായിക്കൊണ്ട് ഉള്ള ഒരു സെന്റിമെന്റ്സ് അവരുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതല്ല, അത് ശരിയേ അല്ല. കാരണം ആ കൊച്ചിന്റെ അപ്പനായിക്കോട്ടെ ആരായാലും കുട്ടിയെ ഉപദ്രവിക്കുന്ന ആള്, എത്ര അപ്പന്മാർ ഇവിടെ കൊച്ചുങ്ങളെ തല്ലിക്കൊല്ലുന്നു, എത്രയോ പേര് ഉപദ്രവിച്ച് നശിപ്പിക്കുന്നു, പീഡിപ്പിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അതുപോലെ ഒരുത്തൻ തന്നെയാണ്. അതുപോലെ വേറൊരു തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന, മാനസികമായി പീഡിപ്പിക്കുന്ന
ദൂരെ മാറിയിരുന്ന് അമ്മയെ പറ്റി അപവാദം പറയുന്ന ഒരാളെ എന്തുകൊണ്ട് അമ്മ എതിർക്കുന്നില്ല? അമ്മയുടെ ഭാഗത്ത് എന്തോ വലിയ തെറ്റുണ്ടോ? അങ്ങനെയല്ലേ മനസ്സിലാക്കത്തുള്ളൂ. ഈ പൊതുജനം എന്തുകൊണ്ട് അമൃതയ്ക്ക് എതിരാവുന്നറിയോ? അമൃത ഇവനെതിരെ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ അമൃതയുടെ ഭാഗത്ത് എന്തോ വലിയ തെറ്റുണ്ട്, മനസ്സിലായോ? അല്ലെ അമൃത ഇങ്ങനെ അല്ലല്ലോ പ്രതികരിക്കണ്ടേ? ഏതെങ്കിലും പെണ്ണുങ്ങൾ അങ്ങനെ വിടാറുണ്ടോ ഇവിടെ? അല്ല, ആരെങ്കിലും വിടുവോ അപവാദങ്ങൾ പറയുമ്പോ? അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? അപ്പൊ അമൃത 3 പേരോടെ കണ്ടിട്ടുണ്ടെന്ന് ഇവൻ പറയുന്നുണ്ട് ഇവിടെ ഒരു വീഡിയോയിൽ. അപ്പൊ അമൃത 3 പേരോടെ കണ്ടിട്ടുള്ളവൾ തന്നെയാണ്. അല്ലെങ്കിൽ അമൃത ഈ പറയുന്ന പോലെ വഞ്ചകി, ചതിച്ച്, കാശടിച്ച് മാറ്റിയവളാണ്. ഇതൊക്കെ വ്യക്തമാക്കണം. ഇത് എവിടെയും കോടതി വ്യക്തമായാൽ പോരാ. അതുകൊണ്ട് തീരുന്നില്ല. കാരണം ബാല പബ്ലിക്കിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പൊ പബ്ലിക്കിൽ തന്നെ വ്യക്തമാക്കണം. കേസ് കൊടുക്കാനുള്ള കൊടുക്കണം. അതാണ് നല്ലൊരു അമ്മ ചെയ്യേണ്ടത്. ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്നവൻ ആരും ആയിക്കോട്ടെ, അവനെ അമ്മ തീർച്ചയായിട്ടും അതിനെതിരെ നടപടി എടുക്കണം. കുഞ്ഞിന് പൂർണ്ണമായ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആളാണ്. അതില്ല, അതുകൂടെ ഒഴിവാക്കിയ ഒരാളായിട്ട് എനിക്കിപ്പോ അമൃതയെ പറ്റി തോന്നുന്നത്. അമൃത എല്ലാ തരത്തിലും ഇങ്ങനെ പരാജയപ്പെടേണ്ട ആവശ്യം എന്താണ്? എന്താ അതിനുവേണ്ടി വലിയ കുറ്റം എന്താ ചെയ്തിരിക്കുന്നത്? താൻ ഒന്ന് കല്യാണം കഴിച്ചു തെറ്റിപ്പോയി, അപ്പോൾ ഉടനെ അവിടുന്ന് പഠിക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ പഠിക്കുന്നവരൊന്നും അല്ല. ചിലർക്ക് പറ്റിക്കപ്പെടാൻ തന്നെ വിധിക്കപ്പെട്ട ആൾക്കാരുണ്ട് ഇവിടെ. അത് അവരുടെ ഈ പറഞ്ഞ പോലെ ബുദ്ധിപരമായിട്ടുള്ളൊരു ചിന്ത അല്ലെ ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ചിലർക്ക് ഇത് മനസ്സിലാകത്തില്ല. ചിലരെ പറ്റിക്കാൻ എളുപ്പമാ. അങ്ങനെ പറ്റിക്കപ്പെടുന്ന ഒരാളായിട്ട് കാണാൻ പറ്റും. താൻ രണ്ടാമത് പോയി കല്യാണം കഴിക്കുന്ന സെലക്ഷൻ ശരിയാവുന്നില്ല. അതൊക്കെ അത്രേ ഉള്ളൂ. അതവിടെ കഴിയും. അത് തനിക്ക് ആ പറഞ്ഞ അമൃതയ്ക്കുള്ള ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ അതൊക്കെയാണ്. അല്ലാതെ അമൃത ഇവിടെ കോടികൾ പറ്റിച്ചോളോ അല്ലെങ്കിൽ മോൻസൺ മാമ്പള്ളിയുടെ കൂടെ ബിസിനസ് ചെയ്തോളോ ഒന്നുമല്ല, മനസ്സിലായോ? അല്ലാതെ ഒരു വീട്ടിലും അതിക്രമിച്ച് കയറിയ ആളല്ല. ആരെയും ചെയ്ത് വിളിക്കുകയോ തല്ലുകയും ചെയ്തിട്ടില്ല. തല്ല് കേസുണ്ടോ അമൃതയ്ക്ക്? അമൃത ആരെങ്കിലും തല്ലിയിട്ടുണ്ടോ? അല്ലേ വേണ്ട. ഇങ്ങനെ ഈ പിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഭർത്താക്കന്മാരെ പറ്റിയെല്ലാം അനാവശ്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ കൂടുള്ളവരെ അടിക്കുന്നു, ഉപദ്രവിക്കുന്നു. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആ കുഞ്ഞിനെ തല്ലിയിട്ടുണ്ടോ? അല്ലേ? ആ കൊച്ചിനെ ഒരിക്കൽ പോലും അമൃത തല്ലി കാണത്തില്ല. പക്ഷെ ഇവൻ തല്ലിയില്ലേ? ഇവൻ വലിച്ചഴിച്ചുകൊണ്ട് പോയി വീട്ടിൽ ഒരു മുറിക്കകത്ത് അടച്ചിട്ടിട്ട് ഭക്ഷണം പോലും കൊടുക്കാതിരുന്നില്ലേ? അമൃതയെ തല്ലിയില്ലേ? എന്തിന്? മറ്റേ എൽസവത്ത് വരുമ്പോ കേൾക്കാം അവളെയും തല്ലി കാണും. അവർ മിണ്ടാതിരിക്കും. അവരെന്താ പറയാത്തത്? ഇവരെല്ലാം എന്തിനാ ഇങ്ങനെ പേടിച്ചിരിക്കുന്നേ? കേസ് നല്ലപോലെ കൊടുക്കേണ്ടി വരും. ഇത് അല്ല ഒതുങ്ങത്തില്ല. കാരണം ഈ ബാലയ്ക്ക് അത്രയ്ക്ക് ബോധമില്ല. അവന് ബോധമില്ലെന്ന് പറയാനുണ്ടാകുന്ന കാരണം അവന്റെ മകളുടെ അമ്മയെ പറ്റി ഇത്ര എന്താ പറയണ്ടേ മോശപ്പെട്ട ഈ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നവനായതുകൊണ്ട് തന്നെ ഇവനെ കേസ് കൊടുക്കാതെ പറ്റത്തില്ല. കാരണം ഇവന് മനസ്സിലാവുന്നില്ല, ഇവനുള്ള ബുദ്ധിയില്ല, അവന് ബോധമില്ല. അല്ലെങ്കിൽ ആ കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ ഒരു പറയിക്കുന്ന അവസരം ഉണ്ടാകത്തില്ല. ഇവിടെ ഒരു അമ്മയെ പറ്റിയല്ല അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളൊക്കെ വീട്ടിൽ ഇരുന്നുകൊണ്ട് വേറെ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? അതുകൊള്ളാം. ഈ പറയുന്നവർക്കെല്ലാം കേട്ടോ, ഇവരെല്ലാം ബാലയെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പറയുന്ന കേട്ടോ, ഇവന്റെ അമ്മയെ പറ്റി അനാവശ്യം ആരെങ്കിലും ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെന്ന് അവനെ കൈ കൊടുക്കുകയും പോനെ സൂപ്പർ ആയിടാന്ന് പറയുമോ? എന്നാൽ നിന്റെയൊക്കെ അമ്മയൊന്ന് കാണിച്ചത് ഞാൻ പറയാം. അനാവശ്യങ്ങള് ഇല്ലാത്ത നിനക്കറിഞ്ഞാൽ പോരല്ലോ. അതുകൊള്ളാം. ആ കൊച്ചിനെ വളരെ കാര്യമായിട്ട് തന്നെയാണ് അവർ നോക്കുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടൊന്ന് അതോ കാശ് പോലും ഈ പറഞ്ഞ കള്ളത്തിലാണ് പറഞ്ഞേക്കുന്നത്. ഇവളുടെ നിന്ന് പൈസ വരെ മേടിച്ചെടുത്തു ബാല, എന്നിട്ടാ വിട്ടേക്കുന്നത്. അല്ലാതെ അമൃതയ്ക്ക് കോടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ കള്ളത്തരവാ. ഒരുപാട് ചാരിറ്റി ചെയ്ത് മറ്റേ ആൾക്കാരെ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് പലർക്കും പൈസ കൊടുത്തിട്ട് പോലും ഇല്ല എന്നും പറയുന്ന ഒത്തിരി വാർത്തകളോടെ കിടന്ന് കറങ്ങുന്നുണ്ട്. മെയിനായിട്ടുള്ളത് കണ്ണമാലി മറ്റേ ആ ചേച്ചിയാണ്. അവർക്ക് പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലെന്നുള്ളതാണ് വേറെ രസം. 10,000 രൂപ കൊടുത്തിട്ട് കളിപ്പിച്ച് വിട്ടു. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വേറെ ആരൊക്കെയോ കാണും, എനിക്കറിയത്തില്ല. അതിനെപ്പറ്റിയും ഇന്നലെ കുക്ക് പറയുന്നുണ്ടായിരുന്നു. ആരെയോ ഒരെണ്ണം ഇതുപോലെ വിളിച്ചു വരുത്തിയിട്ട് പൈസ ഒന്നും കൊടുത്തില്ല. ഇവൻ ഈ വീഡിയോ ഇടാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരുത്തനാ. ഈ വീഡിയോക്കകത്തുള്ള ഈ ഷോ അല്ല ശരിക്കുള്ള ആള്. എന്തിനധികം പറയുന്നു, ആ പാവപ്പെട്ട ആറാട്ടനെ 2 പ്രാവശ്യം വീട്ടിൽ വിളിച്ച് തല്ലിയത്. അവനെ എങ്ങനെ അടിക്കാൻ തോന്നുന്നു? ഈ ആറാട്ടനെയൊക്കെ തല്ലാൻ തോന്നുന്നവരെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മോശപ്പെട്ടവരാ. അല്ലാതെ ഒരുത്തനും ആറാട്ടനെ തല്ലത്തില്ല. ആറാട്ടനെ നല്ല ആരും തല്ലത്തൊന്നുമില്ല. പിന്നെ ഇവിടെ കയറി വന്ന് എന്റെ വീട്ടിൽ വന്നിട്ട് അല്ലെ തോക്കെടുത്ത് വീശിപ്പെടുത്തുക, കൊല്ലുമെന്ന് പറഞ്ഞ് ഇറങ്ങി പോവുക, വലിയ ഷോ കാണിക്കുക. ഇതൊക്കെ ഏതോ സിനിമ സ്റ്റൈൽ ജീവിതമാണ്. അത് വേറെ ഒരു സൈഡിലെ പ്രശ്നങ്ങൾ. വേറെ തന്നെ തല്ലിന്ന് പറഞ്ഞുകൊണ്ട് വാർത്തയുണ്ട്. ബാല ആക്രമിച്ചൊരു മാനേജറെ അടിച്ച്, അങ്ങനെ ഒരു പ്രശ്നം. ഇവരാരും കേസ് കൊടുക്കുന്നില്ലെന്നുള്ളത്. കൊടുത്താലും പോലീസുകാരുടെ ഭാഗത്ത് കൊണ്ട് പ്രശ്നം. പോലീസ് നിഷ്ക്രിയമാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വല്ല പൈസ കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരോട് നിൽക്കും. മനസ്സിലായി? തല്ലുകൊണ്ടോ വെറുതെ കൊണ്ട് കേസ് കൊടുക്കാന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ അവസ്ഥയൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ അമൃത ഇങ്ങനെ വീക്കായിട്ട് നിന്നാൽ പോരാ. അമൃത വീക്കാകും തോറും കുട്ടിക്കാണ് ബുദ്ധിമുട്ട് കൂടുന്നത്. കുട്ടി ഇനിയും പ്രതികരിക്കേണ്ടി വരും. ഇനി ചിലപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയേണ്ടി വരും. കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ അമൃത ആ കുട്ടി കുറ്റവും പറയും. കാരണം അമ്മ എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് കുട്ടിക്ക് വേണ്ട മാക്സിമം പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടില്ല. അത് ഒന്നും ചെയ്തിട്ടില്ല. മിണ്ടായിരിക്കും. അവരെ പറ്റി അപവാദം പറഞ്ഞിട്ട് മിണ്ടുന്നില്ല. കൊച്ചിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്നത് മനസ്സിലാക്കിയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വലിയൊരു തെറ്റാണ്. ഇതിനെതിരെ നല്ല കേസ് തന്നെ കൊടുക്കണം. എന്നാലും മിണ്ടായിരിക്കത്തുള്ളൂ. അല്ല ആരും പറഞ്ഞാൽ മനസ്സിലാവുന്നതല്ല. അതിനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് അവനത് പറയുന്നത്. തീരെ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് ഈ കുട്ടിയുടെ അമ്മയെ പറ്റി അനാവശ്യം പറഞ്ഞത്. ഇത്ര സിമ്പിൾ അത് മനസ്സിലാക്കാം. വലിയ ആന ബുദ്ധിയൊന്നും വേണം. അതായത് ഈ അമൃത സുരേഷ് എന്ന് പറഞ്ഞ ആള് കുട്ടിയുടെ ഫുൾ കസ്റ്റഡി എടുക്കുമ്പോൾ അതിന്റെ എല്ലാവിധ പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്തമുള്ള ആളാണ്. അത് ആരിൽ നിന്നാണെങ്കിലും അതാണ് അതിന്റെ ഉത്തരവാദിത്തം. അത് കൃത്യമായിട്ട് ചെയ്യാതെ വരുന്നൊരു സാഹചര്യം ഇപ്പോൾ കണ്ടേക്കുന്നത്. ഈ കേസ് പ്രത്യേകിച്ച് കൊച്ചു അത്രയും പ്രതികരിച്ചിട്ട് ഇനി അത് കേസായിട്ട് മൂവ് ചെയ്യാതിരിക്കുന്നത് അമൃതയുടെ ഭാഗത്ത് ഏറ്റവും വലിയ വീഴ്ചയായിരിക്കും. അത് കുട്ടിയോട് താല്പര്യമുണ്ട്, കുട്ടിയോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് വാചം അടിച്ചിട്ട് കാര്യമില്ല. അതിന് ആ പ്രൊട്ടക്ഷൻ കിട്ടണം. ഇനി മേലിൽ
ഈ പറയുന്ന ആള് അത് മനുഷ്യനായിക്കോട്ടെ മൃഗമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് ആ കുഞ്ഞിനെ ഉപദ്രവിക്കാനോ അതിനെ ബുദ്ധിമുട്ടിക്കാനോ പാടില്ല.